ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു സ്റ്റിക്കി നോട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു A4 കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തൊരു കട്ടിയുള്ള ഷീറ്റ് ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറിൽ ഇതിന് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സൈഡൊക്കെ. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സൈഡിൽ ഒരു ബോ സ്റ്റിക്കർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്തോ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു ടാപ്പ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷീറ്റ്സ് ഒന്നെടുത്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കും. അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു പേപ്പർ അത് നമ്മൾ പീൽ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ എടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് അതിലെ എഡ്ജസ് ഒക്കെ ഒന്ന് തട്ടിക്കളയണം. എന്നിട്ടത് ഒട്ടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതവിടെ ഒട്ടണുണ്ടോ, അതേപോലെ സിമ്പിളായിട്ട് പീൽ ചെയ്തെടുക്കാൻ കഴിയണുണ്ടോന്നും. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 4-5 ഷീറ്റ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞ് ഡിസൈൻസൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.